സോ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ സ്പീറ്റെയിൽ ഗെയിമിംഗ്. ഇന്ന് നമ്മുടെ മൈൻക്രാഫ്റ്റിൻ്റെ ക്രിയേറ്റീവ് വേൾഡിൻ്റെ പാർട്ട് 2 വീഡിയോ ആണ്. നമ്മൾ 2 സർവൈവലിൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്, എല്ലാവരും പോയി കാണാം. സോ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ക്രിയേറ്റീവ് വേൾഡ് ഒരെണ്ണം പുതിയ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. സോ ഇവിടെയാണ് നമ്മുടെ ബേസ് ആക്കാൻ പോണത്. സോ ക്യാമറ നമ്മൾ ഇന്ന് തൊട്ട് ഇന്നത്തെ ഇത്തിരി വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നമുക്ക് ആദ്യം നോക്കി ഇവിടെ ഞാൻ ഒരു സംഭവം പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ ആയിട്ട് ഒരു സംഭവം. ഇവിടെ എന്താ, ഇവിടെയാണ് നമ്മുടെ സ്വിമ്മിംഗ് പൂൾ. അവിടെ നമ്മൾ വേറൊരു സംഭവം ചെയ്യുന്നുണ്ട്. നമ്മൾ ഇവിടെ കുറേ അയണൊക്കെ ഉണ്ട്. നമുക്കിവിടെ ആവശ്യമില്ല, നമ്മളിതിങ്ങനെ കളഞ്ഞേക്കാം. ക്രിയേറ്റീവിലായതുകൊണ്ട് നമുക്കത് ആവശ്യമില്ല. നമ്മളിവിടെ ഒരു ഹാർട്ട് പോലെ ആക്കാൻ പോവാണ്. ഞാൻ കുറേ വീഡിയോസിൽ അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്, ബേസിൽ അങ്ങനെ ആക്കുന്നത്. നമുക്കിനി ഓറൊന്നും ഇവിടെ കാണാൻ പാടില്ല. ചെറിയൊരു വാട്ടർ സോഴ്സ് തുറന്നൊരു സംശയം. ഓക്കെ, മാറിയുണ്ട്. നമുക്ക് ഒരു ടോർച്ച് ഇവിടെ വെച്ചേക്കാം. അതല്ല, ഇത് മൊത്തം വെള്ളമാണോ? ഇവിടെ വെച്ചേക്കാം. പക്ഷെ ഇവിടുന്ന് നമ്മൾ എനിക്ക് തോന്നുന്നു ആ സൈഡിൽ ഫുള്ള് വെള്ളമാണ്. ഇവിടെ ആയിരിക്കും നമ്മുടെ സ്വിമ്മിംഗ് പൂൾ ആവാൻ പോകുന്നത്. പിന്നെ ഇവിടെ ലൈറ്റൊന്നുമില്ല. നമുക്ക് ഇവിടത്തെ ഈ ഒരു ഭാഗം ക്ലോസ് ചെയ്ത് കളഞ്ഞേക്കാം, കാരണം വി ഡസൻറ്റ് നീഡ് ദാറ്റ്. ഇവിടെ കൂടെ വെച്ചേക്കാം. പിന്നെ ഇവിടെ വേറൊരു ലൈറ്റ് സോഴ്സും കൂടി വെച്ചേക്കാം. ഇവിടെ ഇത് പറഞ്ഞു നോക്കട്ടെ. പിന്നെ അവിടെ വേറെ എന്തെങ്കിലും കൂടി വെക്കാം. അവിടെ നമ്മൾ ഹാർട്ട് വെക്കാൻ പറഞ്ഞ സംഭവം ഇവിടെ ആയിട്ടാണ്. സോ നമുക്ക് ആദ്യം ഇവിടെ അതിൻ്റെ പിക്കാക്സ് വേണമെങ്കിൽ എടുക്കാം. പിക്കാക്സ് എടുത്താൽ കൈവച്ചതിനെ ആക്കാൻ പറ്റും. പക്ഷേ ഒരു രസത്തിന് നമ്മൾ പിക്കാക്സ് ഗോൾഡ് പിക്കാക്സ് എടുത്തിട്ടുണ്ട്. ഗോൾഡല്ല, ഡയമണ്ട്. ഓക്കെ, ഇത് നമുക്ക് ഈ പോർഷൻ ഒന്ന് അടച്ചു കൊടുക്കാം. എന്നിട്ടാക്കിയാലേ എന്തെങ്കിലും മനസ്സിലാകത്തുള്ളൂ, അല്ലെങ്കിൽ നമുക്കൊന്നും മനസ്സിലാവില്ല. ഇത് പകുതി ഓട്ടയാണ്, അതുകൊണ്ട് എവിടെയാണ് ഇത് വരയ്ക്കുന്നതെന്ന് നമുക്കൊന്നും മനസ്സിലാവത്തില്ല. കാര്യം ഇത്രയും പോർഷൻ ഇവിടെ കൂടി ഒന്ന് ഇത് പോട്ടെ, അപ്പുറത്താക്കി ഇവിടെ. ഓക്കെ, ഇനി നമുക്ക് ഇത് വെച്ചിട്ട് ഒരു ഔട്ട്ലൈൻ വരയ്ക്കാം. ഇവിടുന്ന് വരുവാണെങ്കിൽ ഇവിടെ. ഓക്കെ, ഹാഫ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്കിനിപ്പോൾ ഇവിടെ ഒരെണ്ണം ഇവിടെ വെക്കണ്ട, അത് കളയാം. പിന്നെ ഇപ്പോൾ മേളിലായിട്ട് വേണ്ട, ഇവിടെ ഒരെണ്ണം വെച്ചിട്ട് മേളിൽ നിന്ന് അവിടെ, ഇപ്പുറത്ത്, ഇവിടെ അവിടെ ഒരെണ്ണം വെച്ചിട്ടുണ്ടല്ലേ. ഇത് ഓക്കെ, ഇത് അങ്ങ് കളഞ്ഞേക്കാം. ഇവിടെ അങ്ങനെ വരുമ്പോൾ നോക്കിയിട്ട് അവിടെ അല്ല, ഇവിടെ, പിന്നെ ഇവിടെ. ഓക്കെ അല്ലേ. ഇത് ചെറിയൊരു ഹൈറ്റ് ഡിഫറൻസ് ഉണ്ടാവും. ഓക്കെ, നമുക്കിതിനകത്തൊരു വർക്കുണ്ട്, നമുക്കത് വേഗം ചെയ്ത് തീർക്കാം. ആദ്യം ചെയ്യേണ്ടത് നടുക്ക് എന്തായിരുന്നു നോക്കണ്ടേ. ഒരു മിനിറ്റ്, നമുക്ക് വേറൊരു സംഭവം നോക്കാനുണ്ട്.
ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ മറ്റേ വർക്കിൻ്റെ സംഭവങ്ങളൊന്നും നമുക്ക് അധികം അറിയില്ല. സോ അവിടെ നമ്മൾ ലൈറ്റിൻ്റെ ഇതായിട്ട് വെക്കാനാണ് വിചാരിക്കുന്നത്. പിന്നെ വേറെ സാധനം ഗ്ലോ സ്റ്റോൺ എന്ന് പറഞ്ഞിട്ട് GLOW ഗ്ലോ സ്റ്റോൺ. ഇത് നല്ല വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് മൊത്തം ഗ്ലോ സ്റ്റോൺ വെച്ചിട്ട് പുറത്ത് റെഡ് സ്റ്റോൺ ലാമ്പ് വെക്കാനാണ് ഞാൻ വിചാരിക്കുന്നത്. സോ ആ പരിപാടി നമുക്ക് വേഗം അങ്ങ് ചെയ്യാം. സോ ഗൈസ്, ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട്. നമ്മൾ ഇങ്ങനെയാണ് ഇവിടെ ഈ ഒരു പോർഷനിൽ ഇങ്ങനെയാണ് വെക്കാൻ പോണത്. പിന്നെ അടുത്ത വർക്ക് ഞാൻ ഇപ്പോൾ വിചാരിച്ച് വെച്ചേക്കുന്നത് നമ്മുടെ ഇതിൻ്റെ മണ്ടയിലൊരു കുളമുണ്ട്. ആ കുളത്തിൻ്റെ അകത്തേക്കൊരു വർക്കാണ് നമ്മൾ ചെയ്ത് നോക്കാൻ പോണത്. ആദ്യം ഇത് കുറച്ചധികം ഉണ്ടല്ലോ. അയ്യോ, പണി കൂടിയോ. ഞാനിപ്പോൾ വിചാരിച്ചേക്കുന്നത് നമ്മുടെ ഇവിടെ അടുത്ത കുളമോ 2 കുളം ഇവിടെ. ഇത് ആദ്യം നിലത്ത് നിൽക്കട്ടെ. ഓക്കെ ഇതൊന്നും ഇവിടെ മൂടാൻ കഴിച്ചു വേഗം. സോ നമ്മുടെ ഇവിടുത്തെ ഇതെന്താ ഇവിടെ ഒരു ബേസ് ഇങ്ങനെ.
ഇവിടെ കുറച്ചധികം സംഭവങ്ങളുണ്ട്. ഞാൻ ഉദ്ദേശിച്ച പണി ഇത്തിരി കൂടിപ്പോയോ എന്നൊരു സംശയം. ഞാൻ എന്താ ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫുള്ള് നിലത്ത് ഗ്ലാസ് ഇട്ടിട്ട് അടിയിലത്തെ സ്റ്റോൺ അങ്ങ് പൊട്ടിക്കുമ്പോൾ താഴത്തുനിന്ന് മേലോട്ട് നോക്കുമ്പോൾ ഇത് കാണൂലേ, അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇതിത്തിരി കൂടിപ്പോയോ എന്നൊരു സംശയം. അയ്യോ, നമുക്ക് ഇതിൻ്റെ അടിയിട്ടൊന്ന് പോയി നോക്കാം. അയ്യോ, ഇത് നീങ്ങനെ ഇത് ഭയങ്കര വലുതാണ് കേട്ടോ. എന്തത് ക്രീപ്പറാ? ക്രീപ്പർ വെള്ളത്തിൽ നിന്ന് കളിക്കുന്നത്. ഞാൻ ഉദ്ദേശിച്ചു ഇവിടെ ഫുള്ളി മറ്റേ ഗ്ലാസ് ഇട്ടിട്ട് അടിയിലത്തെ സ്റ്റോൺ പൊട്ടിച്ച് കളയുമ്പോൾ അങ്ങനെ ഒരു കാണാൻ പറ്റൂലേ, ആ ഒരു വൈബാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ഇതിത്തിരി കൂടിപ്പോയില്ലേ, ഇത്തിരി വലുതായി പോയോ എന്നാണ് സംശയം. ഇവിടെ മാഗ്മ ബ്ലോക്ക് ഉണ്ട്. അയ്യോ 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 അയ്യോ, നമ്മൾ നിലത്തേക്ക് വരണം പൊട്ടിച്ചിട്ടു. ഓക്കെ, ഈ സ്പോഞ്ച് നമ്മൾ തന്നെ വെച്ചാണോ? എനിക്കൊരു സംശയം. അപ്പം ഇത് ഞാൻ പിന്നെ ആലോചിച്ചിട്ട് നോക്കാം. മറ്റേ നമ്മുടെ വീട്ടിൽ ഇനി നമ്മുടെ ഇവിടെ ആയിട്ട് നമ്മളൊരു കുളത്തിൻ്റെ കാര്യം പറഞ്ഞു, സ്വിമ്മിംഗ് പൂളിൻ്റെ കാര്യം. അടുത്ത വർക്ക് നമ്മൾ ഇവിടെയാണ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ നമ്മുടെ ഈ ബബിൾസൊക്കെ വരുന്ന പോലത്തെ സ്വിമ്മിംഗ് പൂളില്ലേ, അങ്ങനെ ആക്കാൻ നോക്കാം. ഒന്നും കാണുന്നില്ല. ഇതിനൊന്ന് കൊല്ലം ഇത് വേണ്ട. ഇറങ്ങിപ്പോ. ഓക്കെ, അത് ചത്തിട്ടുണ്ട്. നോക്കി, ഇതിപ്പോൾ അത് സ്വിമ്മിംഗ് പൂൾ ആക്കാനായിട്ട് നമ്മൾ ഈ ഒരു അടിയിലേക്ക് പോകുന്ന ആ സ്പേസ് ഇത്തിരി ചെറുത്. ഈ വെള്ളത്തിൻ്റെ നീരാറൊന്നും കാണുന്നില്ല. അയ്യോ, നമ്മളിപ്പോൾ ഇവിടുന്ന് സ്റ്റോൺ വെക്കണ്ട, ഗ്യാസ് വെക്കണ്ട, കോബിൾ സ്റ്റോൺ വെക്കാം ഗൈസ്. നമുക്ക് അയ്യോ, ഇത് വേണ്ട, അവിടെ മാറ്റിക്ക്. അയ്യോ, അതെന്ത്? ഓക്കെ, ഇനി ഇവിടുത്തെ ഓക്കെ അല്ലേ. ഇനി നമുക്ക് ഇവിടുത്തെ വെള്ളം മൊത്തം കളയണം. അതാണ് ഇതെങ്ങനെ ഇവിടെ വെച്ചേക്കുന്നത്. അത് പറന്ന് നടക്കുന്ന സംഭവം അതിലുണ്ട്. ഓക്കെ, ഈ വെള്ളം ഫുള്ളൊന്ന് മാറ്റണം. ഞാനിപ്പോൾ ചെയ്യണമെന്ന് വിചാരിക്കുന്ന സംഭവം നമ്മുടെ ഈ ബബിൾസ് വരുന്ന ഇതില്ലേ, സ്വിമ്മിംഗ് പൂളില്ലേ, അങ്ങനെ ആക്കാനാണ്. അതാകുമ്പോൾ നല്ല ലുക്ക് ഉണ്ടാവും കാണാൻ. നമുക്ക് കയറി വരുമ്പോൾ തന്നെ ഏതാ. എന്നിട്ട് ഇനിയിപ്പോൾ ഈ സ്പോഞ്ചെല്ലാം പൊടിച്ചളയാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് സോൾ സാൻഡ് വേണം. അയ്യോ, ഇതല്ല. ഓക്കെ, അടിച്ചോ. ഇതെന്തത്? സാൻഡ് എന്ന് അടിച്ചാൽ വരിയിരിക്കുമല്ലേ? സാൻഡ്, അതെ, സോൾ സാൻഡ്. അത് നമുക്ക് അവിടെയല്ല, ഇവിടെ വെച്ചിട്ട് ഇത് നമുക്ക് ഇവിടെ കളയാം. ഇതും കളയാം. ഇത് നമുക്ക് ഇനി ആവശ്യമില്ല. ഇതും ഇവിടെ കൊണ്ടുപോയി വെക്കാം. ഇതും ഇവിടെ കൊണ്ടുപോയി വെക്കാം. ഇനിയിപ്പോൾ ഈ ഗ്ലോ ഇങ്ക് സാക്ക് ഇവിടെ കൊണ്ടുപോയി, അത് ചിലപ്പോൾ മറ്റേ ഇതിനെ കൊന്നപ്പോൾ കിട്ടിയതായിരിക്കും. എന്താ സാധനത്തിന് പേരായിരുന്നു? ഒക്ടോപ്പസ്. ഇതിൻ്റെ ഈ ഒരു അടിയിൽ ഫുള്ള് ഈ സോൾ സാൻഡ് വെക്കാം. അതാകുമ്പോൾ ആ ഒരു ബബിൾസ് വരുന്ന സംഭവം ആവുമല്ലോ. മനസ്സിലായ? നിങ്ങൾക്ക് ആ സംഭവം മനസ്സിലായി? ബബിൾസ് വരുന്ന സ്വിമ്മിംഗ് പൂളില്ലേ, അങ്ങനെ ആക്കാൻ. നമ്മൾ ഇവിടെ ഇത് വെച്ചിട്ടുണ്ട്. നമുക്ക് വാട്ടർ ലെവല് ഒരു ഇവിടം വരെ വരണം. അപ്പോൾ ഇവിടെ നിന്ന് പറഞ്ഞാൽ പൊട്ടിച്ചിട്ട് ഇവിടെ
വാട്ടർ ലെവൽ ഇവിടം വരെ മതി. ഇവിടെ ഫുള്ള് ഈ സാധനം വെക്കണം. എന്താ പൊട്ടത്തെ ഇങ്ങനെയാണ് കൊടുക്കാം. നോക്കി ഇതിനിപ്പോൾ ഈ നിലത്ത് ഫുള്ള് ഇത് വെക്കണം ഗൈസ്. സോ ഗൈസ് ആ പണി ഞാൻ ഒന്ന് വേഗം തീർത്തിട്ട് കാണാം.
സോ ഗൈസ് നമ്മൾ ഇവിടെ ഫുള്ള് ഈ സോൾ ഷൈൻ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കവിടെ വെള്ളം കൊണ്ട് നിറയ്ക്കണം. അപ്പോൾ നമുക്ക് ഇതിന് വാട്ടർ ബക്കറ്റ് ഇല്ലേ, വാട്ടർ ബക്കറ്റ് ഇവിടെ, വാട്ടർ ബക്കറ്റ് ഇവിടെ നമുക്ക് അടിയിനെ അങ്ങ് ഫില്ല് ചെയ്ത് വരണം. എന്താ ഇല്ലാത്ത ചുറ്റിലിങ്ങനെ വിടുക. നമുക്ക് ഇവിടെ ഈ ഒരു ഹൈറ്റിൽ വരെ ഇത് ആക്കിയെടുക്കണം. അയ്യോ, ഒരു ടോർച്ച് പോയി. ഇപ്പം ഇത് കണ്ടാവേ ഒരു ഇതുപോലെയില്ലേ ഉണ്ടായി ബബിൾസ് വരുന്നത്. ഇതാണ് നമ്മൾ ഉദ്ദേശിച്ച സംഭവം. അതവിടെ കൂടി വെക്കാം. അവിടെ ഒരു പ്രശ്നമുണ്ടല്ലോ, അതെന്താ വെള്ളത്തിൽ മുങ്ങാൻ പറ്റൂല? ഗൈസ് നമ്മൾ വെള്ളത്തിൽ കൂടെ പൊങ്ങിപ്പോയി. ഈ സംഭവം അറിയാൻ പാടില്ല കേട്ടോ. വെള്ളത്തിൽ സോൾ സാൻഡ് ഇട്ട് കഴിഞ്ഞാൽ മുങ്ങാൻ പറ്റൂല. പക്ഷേ ഇത് നിങ്ങൾ തുള്ളി കളിക്കുന്നത് കുഴപ്പമില്ല, എന്തായാലും ലുക്കുണ്ടല്ലോ, അത് മതി. ചെറിയ പ്രശ്നമുണ്ടോ സംശയം. പിന്നെ ഇപ്പോൾ സാധാ ബക്കറ്റ് എടുക്കേണ്ടി വരുമല്ലോ. ബക്കറ്റ് ഓക്കെ, നമുക്ക് മേലിൽ പോവാം. ഗൈസ് ബബിൾസ് വരുന്ന സ്വിമ്മിങ് പൂൾ. നമ്മൾ ഇവിടെ എന്തിനാ ചെന്നാലും ഇതങ്ങ് കളഞ്ഞേക്കാം. ഓക്കെ, ഇനി ഇതിനകത്ത് എന്തൊക്കെ വർക്കൊക്കെ ചെയ്യണമെന്ന് നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക ഗൈസ്. ഈ ഒരു ലാമ്പ് എന്ന് വേണമെങ്കിൽ പറയാം, ഈ ഒരു ലൈറ്റ് സോഴ്സ് ഔട്ട് ഓഫ് 10 എത്ര റേറ്റ് ചെയ്യുമെന്ന് കമൻറ്റ് ചെയ്യണം. ഓൾസോ ഇത് നമ്മുടെ ബബിൾസ് ഓഫ് സ്വിമ്മിങ് പൂൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ നമുക്ക് കുറച്ചായിട്ട് ഈ മോബ്സിനെ ഒന്ന് കില്ല് ചെയ്ത് തുടങ്ങാം. 2-3 നേരമൊക്കെ വന്നിട്ട് നമുക്ക് ആക്കാം. എനിക്ക് കുറേ സംഭവം ഉണ്ട് കേട്ടോ. നെതറൈറ്റ് 8-7 വേഗം ചത്തോട്ടെ. നമ്മളൊരു നെതറൈറ്റ് സോഡ് എടുത്തിട്ടുണ്ട്. അയ്യോ ഇതില്ലല്ലോ, ഇതെങ്ങനെയായിരുന്നു? സ്പിരിറ്റീരിയസ് വേവിങ്ങാ ഇതുണ്ട് സംഭവം. അയ്യോ ഇൻവെൻ്ററി ഇതെന്ത് സമ്മതിക്കുന്നത്? ഓക്കെ, ഓഫ് ഇപ്പോൾ ഓക്കെ അല്ല, ഇത് ഓക്കെ അല്ല. ഇപ്പോൾ ഓക്കെ. നിലത്ത് നിൽക്കാം. ഓക്കെ, 2 ഹിറ്റ് ചത്ത്. ഓക്കെ, അവൻ ചത്തു. ചത്തില്ലേ അവൻ? ഇപ്പം ചത്തു. ഓക്കെ, അവനും ചത്തു. കഴിഞ്ഞാ? അല്ല, അവിടെ നമുക്കിവിടെ മൊത്തം ഈ ടോർച്ച് വെക്കണം. ഈ ടോർച്ച് ലൈറ്റ് ഇല്ലാത്ത സ്ഥലങ്ങളിലാണ് ഈ മോബ്സ് സ്പോൺ ആവുന്നത്. അപ്പോൾ ഇവിടെ മൊത്തം ലൈറ്റ് വെക്കാം. ഇവന്മാരെന്തിവിടെ കാട്ടുന്നത്? ഓക്കെ, ചത്തുണ്ട്. ഓക്കെ, അതും ചത്തുണ്ട്. താഴെ ഇറങ്ങാം. ഓക്കെ, ഇനിയിപ്പോൾ എവിടെയെങ്കിലും ലൈറ്റൊക്കെ ഉണ്ട്. കുറേ സാധനങ്ങളുണ്ട്.
ഇവിടെ വെച്ചേക്കാം. നമുക്ക് ഇവിടെ വെച്ചേക്കാം ഒരെണ്ണം. പിന്നെ ഇവിടെ നല്ല ഇരുട്ടാണ് ഗൈസ്. ഓക്കെ, സോ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്താണ്. സോ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വർക്കിനെ റേറ്റ് ചെയ്യുക കമൻറ്റിൽ. പിന്നെ നമ്മൾ ക്രൂവിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. മൈൻക്രാഫ്റ്റിൻ്റെ പാർട്ട് 3ഉം 1ഉം 2ഉം ഇട്ടിട്ടുണ്ട്. നീഡ് ഫോർ സ്പീഡിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. സോ കാണാത്ത എല്ലാവരും പോയി കാണാം. ഓക്കെ, ബൈ.